പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറവ് ലഭിക്കുന്നവർക്കും അല്ലെങ്കിൽ കിട്ടാതെ പോകുന്നവർക്കും അതോടൊപ്പം തന്നെ ഈ മാസം രേഖകൾ സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പെൻഷൻ സ്കീമിലെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ അങ്ങനെയുള്ളവർക്ക് രേഖകൾ സമർപ്പിക്കുന്നതിന് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അല്ലാത്തപക്ഷം ആനുകൂല്യങ്ങൾ തടയപ്പെടും. സമർപ്പിക്കേണ്ട രേഖ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വഴി അപേക്ഷ വെച്ച് ഈ രേഖ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഏൽപ്പിക്കുക. ആധാറിന്റെ കോപ്പി കൂടി കരുതണം. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിലവിൽ 60 വയസ്സിൽ താഴെയുള്ള ഗുണഭോക്താക്കളാണ്. ജനുവരി മാസം 31 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും ഈ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചില്ലെങ്കിൽ പെൻഷൻ തടയപ്പെടും. അപേക്ഷ വയ്ക്കാൻ ആവശ്യമായ രേഖകൾ: റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നീ രേഖകൾ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ അപ്രൂവ് ആയാൽ ഫോണിലേക്ക് മെസ്സേജ് വരും. ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് ഏൽപ്പിക്കുക. ഉദ്യോഗസ്ഥർ രേഖകൾ വേരിഫിക്കേഷൻ ചെയ്ത ശേഷം ഫെബ്രുവരി മാസം 28-നകം സേവനയുടെ സൈറ്റിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 28-നുള്ളിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ രേഖ സമർപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രേഖകൾ സമർപ്പിച്ച ഉടൻ തന്നെ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. കാരണം എല്ലാവരുടെയും രേഖകൾ വന്ന ശേഷം ഒരുമിച്ചായിരിക്കും സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 7 ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതത്തിനും അർഹതയുണ്ട്. പെൻഷനിൽ സർക്കാരിന്റെ വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും വെവ്വേറെയാണ് ഇവർക്ക് എത്തിച്ചേരുക. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നീ സ്കീമിൽ ഉൾപ്പെടുന്നവർക്ക് 200, 300, 500 എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ട് ലഭിക്കുന്നത്. നാളുകളായി കേന്ദ്രവിഹിതം മുടങ്ങിയവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്രവിഹിതം എത്തുകയുള്ളൂ. തുക തുടർച്ചയായി മുടങ്ങുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.